നമ്മൾ ആദമുണ്ട് ഇവിടെ. ഇന്നത്തെ ഫാമിലി കുക്കിംഗ് ആണ്. എൻ്റെ വക മീൻ കറി മീൻ പൊരിച്ചു. ഓക്കെ, ഹായ്. നീണുമല്ലേ ഇവിടുന്ന് പച്ചക്കായ് ഉപ്പേരി ആക്കുന്നുണ്ട്. അതിൻ്റെ പരിപാടിയിലാണ്. പച്ചക്കറിയാ? നല്ല പച്ചക്കറിയാ കേട്ടാ. നല്ല നമ്മൾ അങ്ങനെ ഉള്ളി ചെറുതായി മുറിച്ചു. ഇനി ഒരു തക്കാളിയും അതും ചെറുതായി മുറിച്ചു കൊടുത്തു. നമ്മളെ പരിപാടി ചട്ടിയിലാണ്. ചട്ടി ചൂടായിട്ട് നമ്മൾ ഓയിലും കഴിച്ചു കൊടുക്കും. ഇനി നല്ലോണം കാനിന് ശേഷം അതിലോട്ട് ഉലുവ ഇട്ട് പൊട്ടിക്കാം. ഇനി നമ്മൾ ഉള്ളി ചെറുതായി മുറിച്ച ഉള്ളി അങ്ങ് ഇട്ട് കൊടുത്ത്, വെളുത്തുള്ളി നമ്മൾ തോരന്ന് കളിയേണ്ടത് അങ്ങ് ചതച്ചിട്ടിട്ടാണ്. നല്ലോണം കഴുകിയിട്ട് പിന്നെ പച്ചമുളകും മുറിച്ചിട്ടിട്ടു, ഇഞ്ചിയും ചതച്ചിട്ടിട്ടു. ഇഞ്ചി കുറച്ചേ ഉള്ളൂ, വെളുത്തുള്ളി കുറച്ച് അധികം ഇട്ടാണ്. വെളുത്തുള്ളി അധികം ഇട്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി. ഇനി ചെറുതായി മുറിച്ച തക്കാളി അതിലിട്ട് അങ്ങിട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായി പിടിച്ചതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് ഇളക്കുക. ഇനി അടച്ച് വെച്ച് കുറച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ച ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ തന്നെ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ടർമറിക് പൗഡർ, എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി അതിൽ പിടിക്കുക. നല്ല ആ ചുവപ്പ് കളർ വരും. നോക്കിയാൽ ആ പച്ചമുളക്, മുളകിൻ്റെ പച്ചമുളക് പോകുന്നവരെ ഇങ്ങനെ വേവിച്ച് കൊടുക്കുക. നല്ല അടിപൊളിയായി. ഇനി നല്ല ചൂടുവെള്ളം കഴിച്ചു കൊടുക്കുക. ഏകദേശം 1 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇനി അതൊക്കെ ഒന്ന് ഒരു സ്പൂൺ എടുത്ത് നല്ലോണം മിക്സ് ചെയ്യും. ഇനി നമുക്ക് പാത്രം അടച്ചു വെച്ച് നല്ലോണം തിളച്ച് വരുന്നവരെ അടച്ചു വെക്കാം. ഇനി ഓപ്പൺ ചെയ്യാം. നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ മീൻ അങ്ങോട്ട് ഇടുന്നു. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് പുളിവെള്ളം, പുളി ഇട്ട് വെച്ച് വെള്ളത്തിലിട്ട് വെച്ച് പുളിവെള്ളം, അതങ്ങനെ പുളി അടക്കം തന്നെ അങ്ങ് ഇടുന്നു. ഇത് തിളക്കുമ്പോൾ ഒന്ന് അടച്ചു വെക്കാം. ഓക്കെ, നന്നായി കുറച്ച് വെള്ളമൊക്കെ വറ്റുന്നവരെ തുറന്ന് വെച്ച് കൊടുക്കും കുറച്ച് നേരം. ഇനി അതിലോട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൊണ്ട് അത് വിടുക. ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം. നമ്മൾ മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുന്ന മക്കളെ, നമുക്കൊന്ന് നോക്കാം. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. എപ്പോഴും ഇനി നമുക്ക് ചോറ് കഴിച്ചാലോ. ഇതിൽ മീൻ കറിയും മീൻ പൊരിച്ചോ മാത്രമേ ഞാനായിട്ടുള്ളൂ. ബാക്കിയൊക്കെ വൈഫിൻ്റെതാണ്. മുരിങ്ങ തോരൻ, കായ്ത്തോരനൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഈ ഫാമിലി ആയിട്ട് ഒന്നിച്ച് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. മാഷാ അല്ലാഹ്.